ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ Mi CC9 Pro എന്ന സ്മാർട്ട് ഫോണിൻ്റെ റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. ഷവോമിയിൽ നിന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇനി വരാൻ പോകുന്ന ഒരു സ്മാർട്ട് ഫോണാണ് Mi CC9 Pro. നമുക്ക് ടൈമൊന്നും വേസ്റ്റ് ചെയ്യാതെ നേരെ വീഡിയോയിലോട്ട് പോകാം. അതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, പിന്നെ അപ്പുറത്ത് വരുന്ന ഒരു ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാം. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഫ്രണ്ട്സ്, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ നോക്കുന്ന സമയത്ത് നമുക്ക് 6.47 ഇഞ്ച് സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേ ആണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിക്കുക. അതുപോലെ തന്നെ നമുക്കൊരു വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസ്പ്ലേ ആണ് ലഭിക്കുന്നത്. പിന്നെ നമുക്ക് താഴെയൊക്കെ കുറച്ച് ബെസൽസൊക്കെ കാണാൻ സാധിക്കും. എങ്കിലും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ 87% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ലഭിക്കുന്നുണ്ട്. നമ്മൾ പെർഫോമൻസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിക്കുന്ന ചിപ്സെറ്റ് ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 730G ആണ്. ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ഗെയിമിംഗ് ചിപ്സെറ്റോട് കൂടിയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് Android 9 കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള MIUI 11 ആണ് വരുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് 3 വേരിയൻറ്റുകളിൽ ലഭിക്കുന്നതാണ്. ഒന്ന് 6GB RAM, 64GB ഇൻറ്റേർണൽ സ്റ്റോറേജ്, പിന്നെ 8GB RAM, 128GB ഇൻറ്റേർണൽ സ്റ്റോറേജ്, പിന്നെ നമുക്ക് 12GB RAM, 256GB ഇൻറ്റേർണൽ സ്റ്റോറേജ് എന്നിങ്ങനെ 3 വേരിയൻറ്റുകളിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് ലഭിക്കുന്നതാണ്. നമുക്ക് ചെറിയ വേരിയൻറ്റുകളെല്ലാം 256GB വരെ എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കും. പക്ഷേ നമുക്ക് ഡെഡിക്കേറ്റഡ് SD കാർഡ് സ്ലോട്ടൊന്നും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിക്കുന്നില്ല. ഇനിയാണ് നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ മെയിൻ ഹൈലൈറ്റിലേക്ക് പോകുന്നത്. നമ്മുടെ ക്യാമറയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. കാരണം നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ റിയർ സൈഡിൽ ഒരു പെൻറ്റ ക്യാമറ സെറ്റപ്പാണ് ലഭിക്കുന്നത്. അതായത് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ റിയർ സൈഡിൽ 5 ക്യാമറകളാണ് വരുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് 108 മെഗാ പിക്സലിൻ്റെ ഒരു പ്രൈമറി ക്യാമറ കാണാം. f1.7 ആണ് അപ്പർച്ചർ വരുന്നത്. അതുപോലെ തന്നെ 12 മെഗാ പിക്സലിൻ്റെ ഒരു ടെലിഫോട്ടോ ലെൻസ് നമുക്ക് കാണാം. അതിൽ നമുക്ക് 5x ഒപ്റ്റിക്കൽ സൂം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ 20 മെഗാ പിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ് ലെൻസും പിന്നെ ഒരു 2 മെഗാ പിക്സലിൻ്റെ മാക്രോ ലെൻസും നമുക്ക് കാണാം. പിന്നെ നമുക്ക് 2 LED ഫ്ലാഷുകളും നമുക്ക് റിയർ സൈഡിൽ കാണാൻ സാധിക്കുന്നതാണ്. മൊത്തത്തിൽ വളരെ സ്പെഷ്യലായിട്ട് വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ് നമ്മുടെ Mi CC9 Pro. കാരണം നമുക്ക് 108 മെഗാ പിക്സലിൻ്റെ ഒരു പ്രൈമറി ക്യാമറ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 ഫ്ലാഷുകളും നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ സെൽഫി ക്യാമറയിലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് 32 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് ലഭിക്കുന്നത്. f2.0 ആണ് അപ്പർച്ചർ വരുന്നത്. ഇനി നമ്മൾ ബാറ്ററി സെക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ 5170 mAh ബാറ്ററി ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫാസ്റ്റ് ചാർജിങ്ങും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് USB Type-C പോർട്ടാണ് ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ 3.5mm ഓഡിയോ ജാക്കും ലഭിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസറും ലഭിക്കുന്നുണ്ട്. ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് നമ്മുടെ Mi CC9 Pro എന്ന സ്മാർട്ട് ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ എക്സ്പെക്റ്റ് ചെയ്യുന്ന ലോഞ്ചിങ് ഡേറ്റും പ്രൈസുമാണ്. നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ എക്സ്പെക്റ്റ് ചെയ്യുന്ന ലോഞ്ചിങ് ഡേറ്റ് എന്ന് പറയുന്നത് November 8 ആണ്. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം 30,000 രൂപയായിരിക്കും. ഫ്രണ്ട്സ്, ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ അപ്പുറത്ത് വരുന്ന ഒരു ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. നമുക്ക് നാളെ 5 മണിക്ക് മറ്റൊരു പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ, ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.